1000 രൂപയുടെ 18 മാസ തവണകളും സ്കീം 2-ൽ 2000 രൂപയുടെ 15 മാസ തവണകളുമാണുള്ളത്. ഓരോ മാസവും നറുക്കെടുപ്പ്. വിജയികൾ തുടർന്ന് പണമടയ്ക്കേണ്ടതില്ല. അനുപമ ഗോൾഡ് ഗാലറി, ഗോൾഡൻ ഡയമണ്ട്, എടവണ്ണ, തിരുവാലി, ഒതായി. കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് BK ബഷീർ MLAയുടെ നേതൃത്വത്തിൽ എടവണ്ണ പത്തപ്പിരിയത്ത് മൃഗസംരക്ഷണ വകുപ്പിന്റെ കീഴിൽ സ്ഥാപിച്ച മുട്ടക്കോഴി ഹാച്ചറിയുടെ വിഷയത്തിൽ ഏറനാട് MLA നിലപാട് വ്യക്തമാക്കണമെന്ന് LDF എടവണ്ണ പഞ്ചായത്ത് കമ്മിറ്റി ആവശ്യപ്പെട്ടു. അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ശിലാസ്ഥാപനം നടത്തിയ പദ്ധതി ഇതുവരെയും പൂർത്തീകരിച്ച് പ്രവർത്തനം ആരംഭിക്കാനായിട്ടില്ലെന്നും LDF കുറ്റപ്പെടുത്തി. എടവണ്ണ ഗ്രാമപഞ്ചായത്ത് വക സ്ഥലത്താണ് ഹാച്ചറി സ്ഥാപിക്കുന്നതിന് വേണ്ടി തീരുമാനമെടുത്ത് പ്രവൃത്തി ആരംഭിച്ചത്. ആ സമയത്ത് ആ ഭൂമി പോലും ഗ്രാമപഞ്ചായത്ത് ബന്ധപ്പെട്ട വകുപ്പിന് കൈമാറിയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പഞ്ചായത്ത് ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ആ ഹാച്ചറി നിൽക്കുന്ന ഭൂമി ബന്ധപ്പെട്ട മൃഗസംരക്ഷണ വകുപ്പിന് കൈമാറിയത്. തുടർന്ന് അവിടെ സർക്കാരിന്റെ കോടിക്കണക്കിന് രൂപ മുടക്കിയുള്ള വികസന പ്രവർത്തനം, നിർമ്മാണ പ്രവർത്തനം നടത്തുകയും അത് സ്തംഭനാവസ്ഥയിൽ നിൽക്കുകയുമാണ് ഇപ്പോൾ ഉള്ള അവസ്ഥ. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം ആ ഹാച്ചറി പ്രവർത്തിക്കുന്നതിന് ആവശ്യമായ അത്രയും വെള്ളം ലഭ്യമാകുന്ന ഒരു സ്ഥലത്തല്ല ഈ ഹാച്ചറിക്ക് വേണ്ടി കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഈ പെരുവിലക്കുണ്ടിലെ പഞ്ചായത്ത് വക സ്ഥലത്ത് വെള്ളം ലഭിക്കാൻ വളരെ പ്രയാസമാണ്. അവിടെ കുഴൽക്കിണർ നിർമ്മിച്ചാലോ മറ്റ് കിണറുകൾ നിർമ്മിച്ചാലോ ഒന്നും തന്നെ വെള്ളം കിട്ടാത്ത ഒരു പ്രദേശത്താണ് പ്രതിദിനം 50,000 ലിറ്റർ വെള്ളം ആവശ്യമുള്ള ഒരു പദ്ധതി കൊണ്ടുപോയി സ്ഥാപിച്ചു. 6.9 കോടി രൂപ ചിലവിൽ ഹാച്ചറിയും കോഴിത്തീറ്റ ഫാക്ടറിയും ഉൾപ്പെടെ വിപുലമായ പദ്ധതിയാണ് MLA പ്രഖ്യാപിച്ചിരുന്നത്. കോടികൾ ചിലവഴിച്ച് നിർമ്മിച്ച കെട്ടിടവും അനുബന്ധ നിർമ്മിതികളും കാടുമൂടി നശിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രതിദിനം 50,000 ലിറ്റർ വെള്ളം ആവശ്യമുള്ള പദ്ധതി സ്ഥാപിച്ചിട്ടുള്ളത് ഒരു തുള്ളി വെള്ളം പോലും ലഭിക്കാത്ത സ്ഥലത്താണ്. സ്ഥാപനത്തിന് വെള്ളം ലഭ്യമാക്കാനുള്ള ഒരു സാധ്യതയുമില്ലാത്ത സ്ഥലത്താണ് വലിയ തോതിൽ വെള്ളം ലഭിക്കേണ്ട പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിച്ചത്. ഇപ്പോൾ പദ്ധതി പൂർത്തീകരിക്കാനാകാതെ മുടങ്ങിയതിന്റെ മുഖ്യ കാരണക്കാരൻ യാതൊരു പഠനവും നടത്താതെ ഈ സ്ഥലത്ത് പദ്ധതി നടപ്പിലാക്കാൻ സമ്മർദ്ദം ചെലുത്തിയ ഏറനാട് MLA ആണെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ബന്ധപ്പെട്ട അധികൃതർ പദ്ധതി പൂർത്തീകരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും അല്ലാത്തപക്ഷം സർക്കാരിന് കോടികൾ നഷ്ടം വരുത്തിയ MLAയിൽ നിന്ന് ഈ പണം ഈടാക്കാൻ നടപടികൾ സ്വീകരിക്കണമെന്നും LDF എടവണ്ണ പഞ്ചായത്ത് കമ്മിറ്റി ആവശ്യപ്പെട്ടു. അല്ലാത്തപക്ഷം LDF ശക്തമായ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുക്കുമെന്ന് പഞ്ചായത്ത് കമ്മിറ്റി വ്യക്തമാക്കി. NCP സംസ്ഥാന സെക്രട്ടറി EA മജീദ് അധ്യക്ഷനായി. NCP നേതാവ് PV അജ്മൽ, CPIM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PK മുഹമ്മദ് അലി, CPIM ഏരിയ കമ്മിറ്റി അംഗങ്ങളായ V അർജുനൻ, M ജാഫർ, K റഹീം, CPI ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി VP അബ്ദുൽ നാസർ, RJD ജില്ലാ സെക്രട്ടറി ഹംസ കിണിറ്റിങ്ങൽ, തരിയോറ ബാബു തുടങ്ങിയവർ സംസാരിച്ചു. ഈസ്റ്റ് ലൈവ് എടവണ്ണ.